travel to the moments of honoring talent. For me, you are my sisters. As a woman, I understand what it means to be a woman, what it means to be in your position in a family, in a society. Shri T. Siddiqui ji, Shri P. Balan ji, Srimati Jisha Sivaraman ji, Shri Samsad Marakkar ji, Shri M.M. Bashir ji, Shri K. Abdul Rahman ji, Srimati Girija Krishnan ji, Shri Soman ji, Srimati Noshida Khalid ji, all the dignitaries present on stage, and my dearest sisters. വേദിയിൽ ഉപവിഷ്ടരായ ഏറ്റവും വിശിഷ്ട വ്യക്തികളെ, ഇവിടെ എത്തിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, I am really, really happy to be here today. ഞാൻ ഇവിടെ എത്തിയതിൽ എനിക്ക് വളരെ വളരെയധികം സന്തോഷമുണ്ട്. This is your annual CDS celebration. It is a celebration of all of you. ഇത് നിങ്ങളുടെ വാർഷിക CDSന്റെ ആഘോഷമാണ്. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഘോഷമാണ്. For me, you are my sisters. As a woman, I understand what it means to be a woman, what it means to be in your position in a family, in a society. നിങ്ങൾ എല്ലാവരും എന്നെ സംബന്ധിച്ചോളം ഒരു സ്ത്രീ എന്ന നിലയിൽ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലെ ഒരു സ്ത്രീ എന്ന നിലയിലുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, നിങ്ങളുടെ ഇതെല്ലാം ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്ന ഒരാളാണ്. As women, our work never stops. സ്ത്രീകൾ എന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും നിലയ്ക്കുന്നില്ല. And we are seldom recognized for the amount of work we do. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ അംഗീകരിക്കപ്പെടുന്നില്ല. It doesn't matter what family you come from, what your status in society is, whether you're from a big family, from an ordinary family, it doesn't matter. നിങ്ങൾ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ വലിയ മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള കുടുംബത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് അവസ്ഥയിലാണ്, നിങ്ങൾ പാവപ്പെട്ടവരാണോ ധനികരാണോ എന്നുള്ളതൊന്നുമില്ല. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഒരു പൊതു പ്രശ്നമാണ് അത്. As women, it is you who hold your families up. It is you who hold your society strong. നിങ്ങൾ സ്ത്രീകൾ എന്ന നിലയ്ക്ക് ഈ സമൂഹത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത്. It is you who nurture and teach the next generation. നിങ്ങളാണ് അടുത്ത ഒരു തലമുറയെ പരിപാലിക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതും നിങ്ങളാണ്. And it is you who never rest. നിങ്ങൾ ഒരിക്കലും വിശ്രമിക്കാത്തവരാണ്. All the men are standing at the back today. നിങ്ങൾ പുരുഷന്മാരെല്ലാം പുറകിൽ നിൽക്കുകയാണെന്ന്. When they go to work, they come home and they rest in the evening. അവർ ജോലിക്ക് പോകുമ്പോൾ അവർ തിരിച്ച് വീട്ടിൽ വന്ന് അവർ വിശ്രമിക്കും. When you come back from work, you don't rest. പക്ഷെ നിങ്ങൾ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയാൽ നിങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയാറില്ല. You see to it that everybody is eaten. You see to it that the children are all right. You see that every family member is happy, that they are relaxed. The house is clean. You have many more jobs that you do as well as your work. നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. നിങ്ങളുടെ കുട്ടികളുടെ ക്ഷേമത്തെക്കുറിച്ച് നോക്കണം. നിങ്ങൾ വീട് വൃത്തിയാണോ എന്ന് നോക്കണം. അതെല്ലാ പണികളും നിങ്ങളാണ് ചെയ്യേണ്ടി വരുന്നത്. And you finally go to sleep after everybody else in the house is gone. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നത്. And whenever the family or the society faces problems, it is you who stand strong. നിങ്ങളുടെ കുടുംബവും സമൂഹവുമെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും വരുമ്പോൾ നിങ്ങളാണ് മുന്നിൽ നിന്ന് പോരാടുന്നത്. You who hold it together. നിങ്ങൾ അവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. And so for me, you are the most important element of society, of family, of this nation. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ഈ രാഷ്ട്രത്തിന്റെ, ഈ സമൂഹത്തിന്റെ, ഈ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീകളാണ്. I am so proud of this Kutumbashri work. It is today you are celebrating 27 years. ഈ 27 വർഷമാണ് CDSന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ഈ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഏറെ ആഹ്ലാദം നൽകുന്ന ഒന്നാണ്.
And I'm proud of it because yourselves, by coming together, by helping and supporting each other, you have been able to stand on your own feet. എനിക്കേറെ അഭിമാനം തരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഒരുമിച്ച് വന്ന്, നിങ്ങൾ തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ച്, നിങ്ങൾ ഒരുമിച്ച് സമ്പാദിച്ച് ഈ നാടിനു വേണ്ടി ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. You have been able to provide to your families, help each other. നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നിങ്ങൾക്ക് ചെലവുകൾ ഉൾപ്പെടെ കണ്ടെത്താൻ സാധിക്കുന്നു. നിങ്ങൾ പരസ്പരം സഹായിക്കുന്നു. And nobody can take you for granted. Nobody can treat you with a lack of respect. നിങ്ങളെ ബഹുമാനമില്ലാതെ ഒരാൾക്കും പ്രവർത്തിക്കാൻ കഴിയില്ല. നിങ്ങളെ എല്ലാത്തിനും വേണ്ടി ഒരു ഇതായിട്ടെടുക്കാൻ നിങ്ങൾ സാധിക്കില്ല. And I know that is the biggest change that has come about in your lives by working with the Kutumbashree. അതുകൊണ്ട് കുടുംബശ്രീയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. At one time, women were able to save 5 or 10 rupees. ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് 5 or 10 രൂപ മാത്രം മാറ്റിവെക്കാൻ സാധിക്കുമായിരുന്നു. Today, your savings have increased tenfold. ഇന്ന് നിങ്ങളുടെ സമ്പാദ്യം 10 തവണ വർദ്ധിച്ചിരിക്കുന്നു. You can help each other start small businesses. നിങ്ങൾക്ക് പരസ്പരം സഹായിക്കാം. ചെറുകിട വ്യാപാരങ്ങൾ ആരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കാം. Or do small works that help the economy of your family. നിങ്ങളുടെ കുടുംബത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. And all of you have become an example by collecting money to build a house for somebody who didn't have the money to do it themselves. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിങ്ങൾക്ക് കുടുംബങ്ങൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വീടുണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരുമിച്ച് സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. I want to congratulate each and every one of you. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. I look at each and every one of you sitting here and I know that you're strong. I know that you're brave. I know that you have struggled in your life. I know that you have faced immense difficulties. ഞാൻ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നോക്കി എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, നിങ്ങൾ ഒട്ടേറെ വിഷമതകളിലൂടെയാണ് കടന്നു വന്നത്. നിങ്ങൾക്ക് ഒട്ടേറെ ഒരു കരുത്ത് ഉള്ളവരാണ്. നിങ്ങൾ വലിയ പോരാട്ട വീര്യം ഉള്ളവരാണെന്ന് നിങ്ങൾ ഓരോരുത്തരെയും നോക്കി എനിക്ക് പറയാൻ സാധിക്കും. And you are sitting here today as symbols for the whole country to see of the courage of women, of the capability of women, and the strength that each one of us inside us holds. നിങ്ങൾ ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഈ രാജ്യത്ത് തന്നെ മാതൃകയായി നിങ്ങൾ സ്ത്രീകളുടെ കരുത്ത് എന്താണെന്ന് തെളിയിക്കുന്ന, നിങ്ങളുടെ ഓരോരുത്തരുടെയും ശക്തി എന്താണെന്ന് തെളിയിക്കുന്ന, നിങ്ങളുടെ മനസ്സിന് അകത്തു നിന്നുള്ള കരുത്ത് നിങ്ങൾ തെളിയിക്കുന്ന രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. So as you celebrate your annual function, and I know I can see there are also a lot of prizes here for the ladies who must have excelled in the work that they are doing. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ CDSന്റെ വാർഷികം ഇവിടെ ആഘോഷിക്കുമ്പോൾ ഞാനിവിടെ കാണുന്നു ഒട്ടേറെ അവാർഡുകൾ ഇവിടെയുണ്ട്. നിങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ അംഗീകാരമായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള അവാർഡുകൾ ഉൾപ്പെടെ ഞാനിവിടെ കാണുന്നുണ്ട്. As you celebrate this annual day today, I want you to know that we are all very, very proud of you. ഇന്ന് ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ എല്ലാവരും നിങ്ങളെ ഓർത്ത് വലിയ അഭിമാനം കൊള്ളുന്നവരാണ്. And as a woman, I am specially proud. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പ്രത്യേകമായ ആ അഭിമാനമുണ്ട്. You're my sisters, and I just want to say to you that don't ever forget how strong you are and how brave you are. നിങ്ങൾ എല്ലാവരും സ്ത്രീകൾ എന്ന രീതിയിൽ നിങ്ങൾ എന്റെ സഹോദരിമാരാണ്. ഞാൻ ഒരു കാര്യം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ സ്വയം എത്രമാത്രം കരുത്തുള്ളവരാണ് എന്നുള്ളത് നമുക്ക് ബോധ്യം വേണം. Whether you face difficulties at home, whether you go through financial troubles or troubles in the family or social difficulties, whatever you may be facing, look inside yourself and remember, this is what you are capable of. You're capable of great strength. You're capable of great courage. You're capable of showing other people the way. നിങ്ങൾ ഈ സമൂഹത്തിൽ ഒട്ടേറെ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ, കുടുംബത്തിലെ കഷ്ടതകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ സ്വയം അകത്തേക്ക് നോക്കണം. നിങ്ങൾ ചിന്തിക്കണം, ഈ സമൂഹത്തിന് വഴികാട്ടിയാവാൻ കഴിയുന്ന,
നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ഈ സമൂഹത്തെ നയിക്കാൻ കഴിയുന്ന ശേഷിയുള്ളവരാണ് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം. You will always command respect and dignity just by being who you are and standing strong for what your beliefs are. നിങ്ങൾ ആയി തന്നെ നിലനിൽക്കുമ്പോൾ, നിങ്ങളുടെ കരുത്തോടുകൂടി നിലനിൽക്കുമ്പോൾ, നിങ്ങളുടെ വിശ്വാസങ്ങളെ, നിങ്ങളുടെ നിലപാടുകളെ പിടിച്ച് നിങ്ങൾ നിലനിൽക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം ഈ സമൂഹത്താൽ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമുണ്ടാവണം. So today is your day of celebration. I congratulate all of you once again. You have my best wishes and my support always. അതുകൊണ്ട് ഇന്ന് ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്റെ ആശംസകൾ അറിയിക്കുന്നു. നിങ്ങളുടെ ഈ വാർഷികാഘോഷത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. I hope that your spirit of love, of compassion, of cooperating, of service to your community always guides you and builds more and more useful, productive works for your community and makes you stronger and stronger every day. നിങ്ങളുടെ സഹാനുഭൂതി, നിങ്ങളുടെ സഹകരണ മനോഭാവം, നിങ്ങളുടെ സാഹോദര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെ ഏറ്റവും മേന്മയുള്ളതാക്കുകയും നിങ്ങളുടെ സമൂഹത്തിനുമെല്ലാം ശക്തിയാകുന്ന രീതിയിൽ അത് മാറുന്നത് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. And the last thing I want to say is that when I say recognize your strength, I also mean you must recognize yourself as a force when you come together. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അംഗീകരിക്കപ്പെടുമ്പോൾ നിങ്ങൾ സ്വയം അഭിമാനിക്കുകയും അംഗീകരിക്കുകയും കൂടി വേണം. നിങ്ങളുടെ അകത്തുള്ള ശക്തി, നിങ്ങളുടെ കരുത്ത് എത്രമാത്രം ഈ സമൂഹത്തിന് ഫലപ്രദമാണ് എന്നുള്ളത് കൂടി നിങ്ങൾ സ്വയം വിലയിരുത്തണം. When each woman was trying to save something on her own, some money, she was saving 5 or 10 rupees. നേരത്തെ 5-10 രൂപ വെച്ച് നിങ്ങൾ സമ്പാദ്യം സ്വരൂപിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. When you created a group, that same 5 or 10 rupees became 50 or 100 rupees. നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ ആ സമ്പാദ്യം ചേർത്ത് വെക്കുമ്പോൾ അത് 50-100 മാറുന്നു. When you understand your strength as a collective force, you can shape this country. നിങ്ങളുടെ ഒരു കൂട്ടായ പരിശ്രമം ഒരു ശക്തിയായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ തന്നെ രൂപപ്പെടുത്താൻ സാധിക്കും. You are 50% of our nation. നിങ്ങൾ ഈ രാജ്യത്തിന്റെ 50% വരുന്നവരാണ്. Half its force. പകുതി, നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയുടെ പകുതി നിങ്ങളാണ്. And you must use this force collectively as a political strength, as a political force as well. അതുകൊണ്ട് നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ഈ കരുത്ത് രാഷ്ട്രീയമായും രാഷ്ട്രീയ മുന്നേറ്റത്തിനും ആ ശക്തി ഉപയോഗിക്കണം. So I hope that more and more of you will also come into politics. More and more of you will lead. More and more of you will show the men. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായി നിങ്ങൾ രാഷ്ട്രീയത്തിലേക്കും നിങ്ങൾ ഭരണരംഗത്തേക്കും എല്ലാം നിങ്ങൾ കടന്നുവരും. നിങ്ങളുടെ ആണുങ്ങളെ നിങ്ങൾ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. How much women can do when we stand strong. സ്ത്രീകൾക്ക് എത്രമാത്രം കരളുറപ്പോടെ നിന്നാൽ എത്രമാത്രം ചെയ്യാൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുക്കണം. And when we recognize our own inner strength. നമ്മളുടെ തന്നെ ആന്തരികമായ ശക്തിയെ നമ്മൾ തിരിച്ചറിയുന്നതിന്റെ ശക്തി കൂടി നമുക്ക് കാണിച്ചു കൊടുക്കണം. Thank you very, very much. Wishing you all the very best. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും എല്ലാ ആശംസകളും. They have many issues, and I think it should be that tribe is a national treasure, because they are still a hunter-gatherer tribe. Their laws, their way of understanding life is extremely important. I think we should help and protect them to preserve their traditions. At the same time, do whatever we can to give them a better future. Yeah.